ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എങ്ങനെയാണ് സിമ്പിളായിട്ട് റേഡിയോ ഉണ്ടാക്കണമെന്നാണ് നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് വീഡിയോയിലോട്ട് പോകാം. അടിസ്ഥാന സൗകര്യങ്ങളിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലുമുള്ള ആഘാതം 2030 കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വർഷത്തിൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ഉദാഹരണമായി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ 4903 ദുരന്ത സാധ്യതാ മേഖലയിലാണ് എന്ന് കാണാം. കണ്ണൂരിൽ 1198, അത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 979, തൃശ്ശൂരിൽ 373, അങ്ങനെ പാലക്കാട് എത്തുമ്പോൾ ഏറ്റവും കുറവ്, അതായത് 262 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ് പാലക്കാട് ദുരന്ത സാധ്യതാ മേഖലയിൽ ഉള്ളത്. ഇനി വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ആശുപത്രികളുടെ കാര്യം എടുത്താലോ? മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആശുപത്രികൾ ഇങ്ങനെയുള്ളത്, 119. തൃശ്ശൂർ ജില്ലയിലാകട്ടെ 117, 114, ആലപ്പുഴയിൽ 86, വയനാടാണ് ഏറ്റവും കുറവ്, 34. കടലേറ്റ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആശുപത്രികളുള്ള ജില്ലകൾ എടുത്താൽ കൊല്ലം, ആലപ്പുഴ, എറണാകുളം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് FM റേഡിയോ കാർഡ് വേണം. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോക്സിൻ്റെ അകത്ത് FM റേഡിയോ കാർഡ് ഉറപ്പിക്കുക. ഈ പച്ച കളറിൽ കാണുന്നതാണ് നമ്മുടെ FM റേഡിയോയുടെ ആൻറ്റിന. ബോക്സിന് ഒരു ദ്വാരം ഉണ്ടാക്കി അതിന് പുറത്തേക്ക് ഈ പച്ച വയർ എടുക്കുക. ഒരു സ്വിച്ച് ബോക്സിലോട്ട് ഫിറ്റ് ചെയ്യുക. K ഒരു പൊട്ടൻഷ്യോമീറ്റർ ബോക്സിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുക. FM കാർഡിൽ നിന്നും വരുന്ന ചുവന്ന വയർ സ്വിച്ചിൻ്റെ ഒരു ഭാഗവുമായി കണക്ട് ചെയ്യുക. FM കാർഡിൽ നിന്നും വരുന്ന വെള്ള വയർ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒന്നാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യുക.
FM റേഡിയോ കാർഡിൽ നിന്നും വരുന്ന കറുത്ത വയർ ബാറ്ററിയുടെ നെഗറ്റീവുമായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഒരു ചുവന്ന വയർ ഉപയോഗിച്ചുകൊണ്ട് ബാറ്ററിയുടെ പോസിറ്റീവും സ്വിച്ചിൻ്റെ മറുവശവുമായി കണക്ട് ചെയ്യുക. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ രണ്ടാമത്തെ പിന്നിൽ നിന്നും സ്പീക്കറിൻ്റെ ഒരു പിന്നിലോട്ട് ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. FM റേഡിയോ കാർഡിൽ നിന്നും വരുന്ന നീല വയർ സ്പീക്കറിൻ്റെ മറ്റൊരു ടെർമിനലുമായി കണക്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.